സാറ് എന്നോട് പലവട്ടം മനസ്സ് തുറന്നതാണ്. എന്നെ വിവാഹം ചെയ്യണമെന്നും എന്നെ ഇഷ്ടമാണെന്നും പറഞ്ഞതാണ്. അനാദിയായ കാലിന് ശേഷിക്കുറവുള്ള എന്നെപ്പോലൊരു പെൺകുട്ടിക്ക് അത് പെട്ടെന്ന് അംഗീകരിക്കാൻ തോന്നിയില്ല. സഹതാപം കൊണ്ടുള്ളൊരു ജീവിതം വേണ്ടാന്നും സാറിൻ്റെ ജീവിതം തകർക്കണ്ടായെന്നും തോന്നി. പറഞ്ഞു നിർത്തിക്കൊണ്ട് അവൾ ആനന്ദിനെ നോക്കുമ്പോൾ പറഞ്ഞോളാൻ എന്ന അർത്ഥത്തിൽ കണ്ണടിച്ച് കാണിച്ചു ആനന്ദ്. ഇന്ന് വിവാഹമാണെന്നറിഞ്ഞപ്പോൾ സഹിച്ചില്ല. അറിയില്ലായിരുന്നു ആ സമയം എന്തായിരുന്നു മനസ്സിലെന്ന്. കയ്യിൽ കിട്ടിയൊരു ബ്ലേഡ് എടുത്തുകൊണ്ട് കൈത്തണ്ടയിൽ വരഞ്ഞു. റൂംമേറ്റ് കണ്ടത് കാരണം ഒന്നും സംഭവിച്ചില്ല. അവളാണ് സാറിനെ അറിയിച്ചത്. ഞാൻ കാരണമാ, എന്നോട് ക്ഷമിക്കണം. പിന്നെ ഇങ്ങനെയൊക്കെയോ സംഭവിച്ചു. അവൾ നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു പോയിരുന്നു. വിരലുകൾ കൃഷ്ണയുടെയും ഹരിയുടെയും കാലുകളെ സ്പർശിച്ചതും ഒരേപോലെ പുറകോട്ട് നീങ്ങിപ്പോയി രണ്ടുപേരും. അപ്പോഴാണ് അവളുടെ കയ്യിലെ മുറിവിനെ പലരും ശ്രദ്ധിക്കുന്നത് തന്നെ. കരഞ്ഞു മുമ്പിൽ നിൽക്കുന്ന ആ പെൺകുട്ടിയോട് ഹരിക്ക് പോലും സഹതാപം തോന്നിപ്പോയി. പക്ഷേ പുറമെ കാണിച്ചില്ലയാൾ. കാരണം തെറ്റ് ഇവരുടെ രണ്ടുപേരുടെയും ഭാഗത്താണ്. അതിന് ഇരയാകേണ്ടി വന്നത് കൃഷ്ണമോളും. വേണി, പ്ലീസ് എഴുന്നേൽക്ക്. എനിക്ക് പിണക്കമില്ല. എല്ലാം കൂടി പെട്ടെന്ന് നടന്നപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, അത്രേ ഉള്ളൂ. തൊണ്ടയിടറി വാക്കുകൾ കൈവിട്ടു പോകുന്നവർ തോന്നി കൃഷ്ണയ്ക്ക്. മിഴികൾ അറിയാതെ മുമ്പിൽ നിൽക്കുന്ന ആനന്ദിൽ പോയി. എനിക്കാരോടും പിണക്കമില്ല. ഇങ്ങനെയൊക്കെ നടക്കാനായിരിക്കും വിധി. പറഞ്ഞുകൊണ്ട് നോക്കിയത് പ്രത്യേകിച്ച് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലാതെ ചുവരിൽ ചാരി നിന്ന് ഫോണിൽ നോക്കിക്കൊണ്ട് ആർക്കോ മെസ്സേജ് ചെയ്യുന്നവനിലാണ്. അവിടെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായ ഭാവം പോലുമില്ല അവന്. ഇത്രയൊക്കെ നടന്നിട്ടുണ്ടോ എന്ന് അറിയാത്ത പോലെ. ആ ചുണ്ടിൽ ചെറിയ ചിരി പോലുമുണ്ട്. കൃഷ്ണയ്ക്ക് അവനോട് ദേഷ്യം തോന്നി. കൃഷ്ണയുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും സച്ചി അവരുടെ തോളുകൊണ്ട് തട്ടിയതും കയ്യിൽ നിന്ന് ഫോൺ താഴേക്ക് വീണിരുന്നു. എന്തോന്ന് സച്ചിയേട്ടാ? അവൻ ഒച്ച വെച്ച് ഫോൺ കുനിഞ്ഞെടുത്ത് പാൻറിൽ തൂത്തുകൊണ്ട് നോക്കിയതും കണ്ടു തന്നെ നോക്കി നിൽക്കുന്നവരെ. അത് സോറി. ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് നെഞ്ചി കൈകെട്ടി നിൽക്കുമ്പോൾ സച്ചിയെ രൂക്ഷമായി നോക്കാനും മറന്നില്ല ആര്യൻ. എത്രയൊക്കെ നിങ്ങൾ ഈ കല്യാണം നടത്തിയെന്ന് പറഞ്ഞാലും ബാങ്ക് മാനേജരായ പെണ്ണിന് ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത ചെക്കൻ. കൊള്ളാം ഓരോ വിധി. കൃഷ്ണയുടെ അമ്മായി കുറച്ച് ഒച്ചയിൽ തന്നെ കളിയാക്കി പോലെ പറഞ്ഞതും കൂടെ നിന്ന് ആരൊക്കെയോ ചിരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. എനിക്ക് ഉടനെ ജോലി കിട്ടും. അവൻ മുമ്പോട്ട് വന്നുകൊണ്ട് പറഞ്ഞതേ സച്ചി അവൻ്റെ ഷർട്ടിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു. അധികം ഡയലോഗ് വേണ്ട കുഞ്ഞളിയാ, നാറും. അവന് മാത്രം കേൾക്കാവുന്ന രീതിയിൽ ഒച്ച കുറച്ച് പറഞ്ഞു സച്ചി. അല്ല, ജോലി കിട്ടിയില്ലല്ലോ. എന്തായാലും കോളായിപ്പോയി. നല്ലൊരു പെൺകൊച്ചിനെ കിട്ടിയില്ലേ? കൃഷ്ണയുടെ ബന്ധത്തിലുള്ള ആരോ അത് പറഞ്ഞതും എല്ലാവരുടെയും നോട്ടം ആരിലേക്കായിരുന്നു. നിങ്ങളൊന്നും അങ്ങനെ കളിയാക്കണ്ട. എൻ്റെ കുഞ്ഞിന് നല്ല ജോലി തന്നെ കിട്ടും. അപ്പോഴും ഇത് തന്നെ പറയണം. എൻ്റെ കൊച്ചു നല്ല മാർക്കിനാണ് ജയിച്ചത്. അനിത തൻ്റെ മകൻ്റെ മുമ്പിലായി നിന്നുകൊണ്ട് പറഞ്ഞതും തൊണ്ട നനച്ചു വിട്ടു ആര്യൻ. സപ്ലിയുള്ള നിനക്ക് ആര് പണി തരാനാ കുഞ്ഞളിയാ? സച്ചി കാതിനോട് ചേർന്ന് പറഞ്ഞത് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ഇതെങ്ങനെ അറിഞ്ഞു എന്ന ഭാവമായിരുന്നു ആര്യനിൽ. അളിയൻ്റെ നടുമ്പുറം നോക്കി ഒന്ന് കൊടുക്കാൻ മനസ്സിലിരുന്ന് ആരോ പറഞ്ഞു. കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് സച്ചിയെ നോക്കി ഒന്ന് ചിരിച്ചു പോയി ആര്യൻ. പ്ലീസ്, അവൻ കിറി ചുളുക്കി സച്ചിയെ ദയനീയമായി നോക്കി പറഞ്ഞു. എഴുതിയെടുക്കാൻ നോക്ക്. എന്തായാലും മനുവിന് പഠിച്ച് ജോലി കിട്ടിയില്ലെങ്കിലും അവന് വെറുതെ ഇരിക്കേണ്ടി വരില്ല. കട്ടക്കളം അത് അവൻ്റെ പേരിലുള്ളതാണ്. അതിൻ്റെ അവകാശവും അവന് തന്നെയാണ്. അവനവിടെ വന്നിരിക്കാം. ഗോപൻ എല്ലാവരോടുമായി പറഞ്ഞതും പലരുടെയും മുഖം പ്രസന്നമായിരുന്നു. എൻ്റെ പട്ടി പോകും. നഖം കടിച്ച് തുപ്പിക്കൊണ്ട് അച്ഛനെ രൂക്ഷമായി നോക്കി ആര്യൻ. അവൻ പറഞ്ഞത് അടുത്തു നിന്നിരുന്ന കൃഷ്ണ വ്യക്തമായി കേട്ടു. അവളുടെ മുഖം ഇരുണ്ടു. എന്തായാലും നടന്നത് നടന്നു. ഇവർ രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കട്ടെ, അല്ലേ ഹരി? കൃഷ്ണയുടെ ബന്ധത്തിലുള്ള പ്രായം ചെന്നൊരാൾ അത് പറഞ്ഞതും കുറച്ച് ശാന്തമായി അവിടം. യാത്ര പറഞ്ഞ് എല്ലാവരും പോകുമ്പോൾ വല്ലാത്തൊരു ശൂന്യതയിലേക്ക് തള്ളിയിട്ടതുപോലെ തോന്നി കൃഷ്ണയ്ക്ക്. പിന്തിരിയുമ്പോൾ കണ്ടു വരാന്തയിൽ നോക്കി നിൽക്കുന്നവരെ. എല്ലാവർക്കുമായി ഒരു ചെറു ചിരി നൽകിക്കൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ അറിഞ്ഞു പുറകെ വരുന്ന ആരിനെയും. അകത്തേക്ക് കയറിയതേ കതകു വലിച്ചടച്ച് കുറ്റിയിട്ടുകൊണ്ട് ബെഡിലേക്ക് കിടന്നിരുന്നു കൃഷ്ണ. കതകിൽ തട്ടാൻ നീട്ടിക്കൊണ്ടുവന്നവൻ കൈ ചുരുട്ടിപ്പിടിച്ച് നിന്നുപോയി. ഇവൾ ആരാന്ന വിചാരം? ആര്യൻ എത്ര പെൺകുട്ടികളെ കണ്ടിട്ടുള്ളതാ.
ചുണ്ടൊന്ന് കോട്ടിക്കൊണ്ട് വെളിയിലേക്ക് നടന്നു അവൻ. എന്താണ്, അകത്തേക്ക് കയറ്റിയില്ലേ കുഞ്ഞളിയ? തൂളിച്ചാരി നിന്നുകൊണ്ട് ചായ മുത്തി കുടിച്ചാണ് സച്ചിയുടെ ചോദ്യം. ആണെങ്കിൽ തനിക്കെന്താ, താൻ പോടോ. അതെൻ്റെ മുറിയാണ്, എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ കയറും. ഒരു ബാങ്ക് മാനേജർ വന്നിരിക്കുന്നു. ഈ ആര്യനെ ശരിക്കും അറിഞ്ഞുകൂടാ, അതിൻ്റെയാ. ഷോർട്സിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ കൈ പിടിച്ച് പുറകോട്ട് വലിച്ചു സച്ചി. എടാ ചെക്ക, ഇനിയെങ്കിലും മര്യാദയ്ക്ക് കൂട്ടുകൂടി നടക്കാതെ പണിക്ക് പോകാൻ നോക്ക്. നിന്റെ കല്യാണം കഴിഞ്ഞു, അത് മറക്കണ്ട. ദേ സച്ചിയേട്ടാ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. എന്തായാലും കട്ടക്കളത്ത് ഞാൻ പോകില്ല. എനിക്കെൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ ചൊറിയാൻ തുടങ്ങും. അത് നല്ലതുപോലെ തേച്ച് കുളിക്കഴിഞ്ഞിട്ടാ കുഞ്ഞളിയോ. നല്ല രീതിയിൽ പോകുന്ന കട്ടക്കളമാണ്. നീയും കൂടി ഉഷാറായാൽ കാശ് വാരാ. വല്ലവൻ്റെയും കീഴിൽ പണിയണ്ട. സച്ചിൻ്റെ സംസാരം കേട്ടതും അവൻ കടപ്പൊല്ല് കടിച്ചവനെ നോക്കി. ഒരു പണി ചെയ്യും, അളിയൻ ജോലി കളഞ്ഞ് അച്ഛൻ്റെ കൂടെ അങ്ങ് കൂടിക്കോ. എനിക്ക് പറ്റില്ല, അത്ര തന്നെ. പിന്നെ എന്താണ് എഞ്ചിനീയറുടെ ഉദ്ദേശം? എനിക്ക് പല ഉദ്ദേശം കാണും. അത് താങ്കളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല സച്ചിതേ. സച്ചിയെ ഒന്ന് പുച്ഛിച്ചിട്ട് ഫോണിൽ നമ്പർ കുത്തി വിളിച്ചുകൊണ്ട് കാതോട് ചേർത്തു. എടാ, നിങ്ങൾ എവിടെയാ? ഞങ്ങൾ പാറപ്പുറത്ത്. നീ വരുമോ? വെക്കണോ നിനക്ക്? അടുത്തിരിക്കുന്ന മുക്കാലോളം കാലിയായ കുപ്പിയിലേക്ക് നോക്കിയാണ് രാഹുൽ ചോദിച്ചത്. എടാ തീർക്കല്ലേടാ, എനിക്ക് കുറച്ച് വെച്ചേക്കണം, ഞാൻ വരാം. അല്ലെങ്കിൽ ഒരു ധൈര്യം കിട്ടില്ല. കൈയും കാലുമൊക്കെ വിറയ്ക്കുന്ന പോലെ. ചെരുപ്പും ഇട്ടുകൊണ്ട് തിരിയാൻ തുടങ്ങിയതും ബനിയിൽ പിടിച്ച് ആരോ വലിച്ചിരുന്നു. തിരിഞ്ഞു നോക്കിയതും പുറകെ നിൽക്കുന്ന ആളെ കണ്ടു കയ്യിലിരുന്ന ഫോണൊന്ന് വിറകൊണ്ടു. എടാ, നീ ഇന്ന് വരണ്ട. ഇവിടെയുള്ളതിലും വലിയ ലഹരിയല്ലടാ അവിടെ ഉള്ളത്. ഫസ്റ്റ് നൈറ്റ് കുളമാകും മോനെ. കുറച്ച് വഷളത്തോടെ തന്നെ പറഞ്ഞുകൊണ്ട് അടുത്തിരിക്കുന്നവൻ മരം നോക്കി പലരും അടിച്ചു കിടപ്പിലായിരുന്നു. അവരുടെ സംസാരം ഇഷ്ടപ്പെടാതെ എഴുന്നേറ്റു അതുൽ. രാഹുൽ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നത് ഗോവൻ കൃത്യമായി കേട്ടു. അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിക്കുന്ന പോലെ മേടിച്ചു അയാൾ. എടാ, നീ വരുവാണ് ടച്ചിങ് കൊണ്ടുവന്നേ. എരിവുള്ള മിച്ചർ മതി. തീർന്നു പോയ കൂടിനെ കുറഞ്ഞിട്ടുകൊണ്ടാണ് പറയുന്നത്. എത്ര കൂട് വേണം? ശബ്ദം മാറിയതും കൈ കുത്തി ചാടി എഴുന്നേറ്റ് പാറപ്പുറത്തേക്ക് ഇരുന്നു രാഹുൽ. നീ ഒച്ച മാറ്റി ആളെ പറ്റിക്കുന്നോടാ. ആര്യൻ വരുന്നില്ല. മിച്ചമുള്ളത് കമഴ്ത്തി കളഞ്ഞിട്ട് വീട്ടിൽ പോകാൻ നോക്ക്. ഇനി അങ്ങോട്ട് ആര്യനെ പ്രതീക്ഷിക്കണ്ട, കേട്ടല്ലോ? അല്ലെങ്കിൽ നിന്റെയൊക്കെ വീട്ടിലേക്ക് ഞാനൊരു വരവ് വരും. കുറച്ച് കടുപ്പത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഫോൺ അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഗോപൻ. എൻ്റെ മോൻ വാ, അമ്മ വിളിക്കുന്നു. അത്താഴം കഴിക്കാം, കിടക്കണ്ടേ? ഇപ്പോൾ തന്നെ രാത്രി ഏറെയായി. അയാളത് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞതും ആര്യൻ്റെ മുഖമൊന്ന് വിടർന്നു. നാണത്താൽ ചുണ്ടിൽ ചിരി തത്തിക്കളിച്ചു. ഇരു പോക്കറ്റിൽ കൈയിട്ട് ശരീരമൊന്നിളക്കിക്കൊണ്ട് ചെറിയൊരു മൂളിപ്പാട്ട് മൂളി. വാതിൽ കടക്കാൻ തുടങ്ങിയതും കൈവച്ച് തടഞ്ഞിരുന്നു സച്ചി. അധികം ഇട്ട് ഇളക്കണ്ട, ഉളുക്കും അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ട് അവനെ ആകെ മൊത്തം നോക്കി. കൈ വിട്ടുകൊണ്ട് അകത്തേക്ക് നടന്ന സച്ചിയെ ചവിട്ടുന്ന പോലെ കാലുയർത്തിക്കൊണ്ട് നോക്കിയത് തന്നെ കൃഷ്ണയുടെ മുഖത്തേക്കായിരുന്നു. കാല് നിലത്ത് കുത്തിക്കൊണ്ട് ഒന്നും അറിയാത്ത പോലെ കസേര വലിച്ചിട്ട് ടേബിളിൻ്റെ അടുത്തായി ഇരുന്നു. അപ്പോഴേക്ക് ചേച്ചിയും അമ്മയും കൂടി ചോറും കറികളും വിളമ്പിയിരുന്നു. ആനന്ദ് വന്ന് കസേരയിലിരുന്നു. അടുത്തായി വേണിയെ പിടിച്ചിരുത്തി. രണ്ടുപേരുടെയും മിഴികൾ ഒറ്റപ്പെട്ട് വാതിൽ പടി നിൽക്കുന്ന കൃഷ്ണയിലേക്കായിരുന്നു. അവളുടെ മുഖത്ത് നോക്കുമ്പോഴെല്ലാം ചെയ്തു പോയ തെറ്റിൻ്റെ വ്യാപ്തി എത്ര വലുതാണെന്ന് അറിഞ്ഞതും മിഴികൾ താഴ്ന്നു പോയിക്കൊണ്ടിരുന്നു. വേണിയുടെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. കൃഷ്ണ, താനെന്താടോ അവിടെ നിൽക്കുന്നേ? വാ, എല്ലാവർക്കും ഒരുമിച്ച് വിരിക്കാം. സച്ചി അവളെ സ്നേഹത്തോടെ വിളിച്ചതും ചിരിയോടെ അവിടെ തന്നെ നിന്നിരുന്നു കൃഷ്ണ. സച്ചി കണ്ണുകൾ കൊണ്ട് ആതിരയോട് അവളെ വിളിക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും അനിത വിളമ്പിക്കൊടുത്ത ചോറും ഒരു കറിയും ഒഴിച്ച് കഴിക്കാൻ തുടങ്ങിയിരുന്നു ആര്യൻ. ആതിര കയ്യിൽ പിടിച്ച് അവൻ്റെ അടുത്തായി കസേരയിട്ടിരുത്തുമ്പോൾ ശ്വാസം മുട്ടുന്നവൾ തോന്നി കൃഷ്ണയ്ക്ക്. താനെന്നൊരാൾ അടുത്തുണ്ടെന്ന് പോലും അവൻ ചിന്തിക്കുന്നില്ല. സ്വന്തം കാര്യം മാത്രം. ഇതെന്താ ഇവന് മാത്രം മീനും മോരും കറിയും? സച്ചിയുടെ ചോദ്യം കേൾക്കുമ്പോഴാണ് ചോറിലിട്ട് ഇളക്കിക്കൊണ്ടിരുന്ന കൈ നിശ്ചലമായത് കൃഷ്ണയുടെ. തല ഉയർത്തി നോക്കുമ്പോൾ കണ്ടു ഒരു അടപ്പ് പാത്രത്തിൽ നിന്ന് എന്തോ ഒരു മീൻ വറുത്തത് ആര്യൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന അമ്മയെ. അത് മിനിഞ്ഞാന്ന് മേടിച്ച മീനാണ്. ഞാൻ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മനൂട്ടിന് കൊടുക്കാൻ. അവൻ്റെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതേ അമ്മ കിള്ളി വായിലേക്ക് വെച്ച് കഴിഞ്ഞിരുന്നു. ആസ്വദിച്ച് കഴിക്കുന്നവനെ നോക്കി എല്ലാവരും. ഗോപൻ ഇഷ്ടപ്പെടാതെ കടുപ്പിച്ച് നോക്കി അനിതയെ.
ഇവന് വേണ്ടി സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് നിർത്താറായില്ലേ അഞ്ച് നിനക്ക്? അയാൾ കടുപ്പിച്ച് ഒച്ച കുറച്ച് പറഞ്ഞു. അവരൊന്നും ചെവി കൊടുക്കാതെ അവന് അച്ചാർ ഇട്ട് കൊടുക്കുന്ന തിരക്കിലായിരുന്നു. അതെന്താ അമ്മേ, എന്നും ഇവന് മാത്രം സ്പെഷ്യൽ? ഇനിയെങ്കിലും അവനെ മാത്രം ഞാൻ സ്പെഷ്യൽ കൊടുക്കുന്നത് നിർത്ത്, സച്ചി കുറച്ച് കുറ്റപ്പെടുത്തുന്ന പോലെ പറഞ്ഞു. അമ്മയുടെ ആ രീതിയെ ഇഷ്ടപ്പെടാതെ അവരിലേക്ക് തന്നെ നോക്കിയിരിക്കുമ്പോൾ വല്ലാത്തൊരു അമർഷം തോന്നിപ്പോയി കൃഷ്ണയ്ക്ക്. ആണിനും പെണ്ണിനും രണ്ട് ആഹാര രീതികൾ. അപ്പോഴും മറ്റൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുന്നതിൽ മാത്രമാണ് ആര്യയുടെ ശ്രദ്ധ. നീ എന്താ സച്ചി ഒന്നും അറിയാത്ത പോലെ? മനുട്ട മീനിലെ ചോറുണ്ടില്ല. കല്യാണം കഴിഞ്ഞു എന്ന് വെച്ച് എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഇഷ്ടം നോക്കണ്ടേ? നല്ല കാര്യമായി പോയി, അല്ലെ തന്നെ ക്ഷീണിച്ചു പോയി. നിന്റെ അമ്മയോട് മകന് കുറച്ച് അമ്മിഞ്ഞ കൂടി കൊടുക്കാൻ പറയും. ഇനി അതിൻ്റെ കൂടി കുറവേ ഉള്ളൂ. കൈ കഴുകാൻ എഴുന്നേൽക്കുമ്പോൾ ആതിരിയോടായി പറഞ്ഞു സച്ചി. കണ്ണാടിയിൽ നോക്കി മുടി ചീവി. പിന്നെ ട്രിം ചെയ്ത് വെച്ചിരിക്കുന്ന താടി രോമത്തിലൂടെ തലോടി വിട്ടു. ബ്ലാക്ക് കളറുള്ള കുപ്പിയിലെ സ്പ്രേ എടുത്ത് അടപ്പ് തുറന്ന് ഇട്ടിരിക്കുന്ന ആഷ് നിറമുള്ള ബനിയൻ്റെ പുറത്തൂടെ അടിച്ചു വിട്ടു. പിന്നെ ബോഡി സ്പ്രേ എടുത്ത് ബനിയൻ പൊക്കിയും കഷത്തിലും അടിച്ചു. സ്വയം മണത്തു നോക്കി. കൈകൾ തമ്മി കൂട്ടിത്തിരുമ്മി തുറന്നിട്ടിരിക്കുന്ന വാതിലൂടെ വെളിയിലേക്ക് നോക്കി. ഇവളെന്താ വരാത്തെ? ഈ സമയം മേശപ്പുറത്തിരുന്ന് ഫോൺ അടിച്ചതും കാതോട് ചേർത്തു. എടാ, നീ ഇന്ന് ഫ്രഞ്ച് അടിക്കുമോ? അത് നിന്നോട് പറയണോ? വെച്ചിട്ട് പോടാ. അല്ല, അടിക്കുവാണേ ബ്രഷ് ചെയ്യാൻ മറക്കണ്ട, ഫസ്റ്റ് ഫ്രഞ്ചാണേ. ജെയ്സൺ ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അല്ല, ഇന്ന് വല്ല നടക്കുമോടാ? ആകാശത്തിലെ കുഞ്ഞു നക്ഷത്രങ്ങളെ നോക്കി രാഹുൽ ചോദിച്ചത് ജെയ്സൺ ഉറക്ക ചിരിച്ചു. നടക്കുമായിരിക്കും. അവൻ്റെ ഒരു യോഗമേ. നമ്മൾ മൂത്ത് നരച്ച് മുരടിച്ച് പോവുകയുള്ളൂ. ഞാൻ പറഞ്ഞതല്ലേ നമുക്ക് രേഷ്മ ചേച്ചിയുടെ അടുത്ത് പോകാമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് 3 പേർക്കുമല്ലേ കെട്ടുന്നവൾക്ക് വേണ്ടി ചാരത്തിൽ സൂക്ഷിക്കാൻ നിർബന്ധം. ചേച്ചി കിടുവാ. ജെയ്സൺ പറഞ്ഞതേ അതുലിന്റെ ചവിട്ടിൽ പാറയിൽ നിന്ന് താഴേക്ക് വീണിരുന്നു അവൻ. മുറിയിലേക്ക് ആരോ വരുന്ന ഒച്ചക്കെട്ടും പല്ല് തേച്ചുകൊണ്ട് തന്നെ വാതിലിലൂടെ ഒളിഞ്ഞു നോക്കി ആര്യൻ. എളിയിൽ കൈ കൊടുത്ത് നിൽക്കുന്ന ആളെ കണ്ടതും പതയോടെ വിഴുങ്ങിപ്പോയിരുന്നു. എന്താ പതിവില്ലാത്തൊരു തേപ്പ്? അറിയാ ചൂമൽ കൂച്ചിപ്പോയി ആര്യൻ. തുടരും. എല്ലാവർക്കും കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എനിക്ക് ചെറിയ തൊണ്ടയ്ക്ക് പ്രശ്നമൊക്കെ ആയിട്ടിരിക്കുവാണ് കേട്ടോ. നാളെ ഇടാവും നോക്കാവേ.